പാമ്പ് കടിയേറ്റൊരു വ്യക്തി അല്ലെങ്കിൽ എന്താണ് കടിച്ചതെന്നറിയാത്ത ഒരു അൺനോൺ ബൈറ്റ്, ആ വ്യക്തിയെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില പിഴവുകൾ, ചില അബദ്ധങ്ങൾ ചിലപ്പോൾ ആ രോഗിയുടെ മരണത്തിന് വരെ കാരണമായേക്കാം. അപ്പൊ ആ അബദ്ധങ്ങൾ എന്താണ് ശരിയായ രീതി എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. പാമ്പ് കടിയാവട്ടെ അല്ലെങ്കിൽ എന്താണ് കടിച്ചത് എന്നറിയാത്ത അൺനോൺ ബൈറ്റ് ആവട്ടെ, ആ രോഗിയെ നിങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രക്രിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രം മതി ചിലപ്പോൾ നമുക്ക് ആ രോഗിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ. പലരും കരുതിയിരിക്കുന്നത് ഇതിപ്പോൾ പട്ടിയുടെയൊക്കെ കടി കിട്ടി കഴിഞ്ഞാൽ നമ്മളൊരു 15 മിനിറ്റ് സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് കഴുകണം എന്നൊക്കെ പറഞ്ഞ പോലെ അത് തന്നെയാണ് ഇങ്ങനെയുള്ള അൺനോൺ ബൈറ്റ് അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റിലും ചെയ്യേണ്ടതെന്നാണ്. അല്ല, അതങ്ങനെ കഴുകിയോ കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ല. എന്നാൽ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ കാര്യം, കടി കിട്ടിയ ആളെ ഒരു കാരണവശാലും നമ്മൾ പാനിക് ആക്കരുത്. അതായത് കടി കിട്ടിയ ആളും അതുപോലെ തന്നെ ആ കിട്ടിയ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളും ഒരിക്കലും പാനിക് ആവരുത്. ഇതെന്തുകൊണ്ട് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് തന്നെ കടി കിട്ടിയെന്ന് അറിയുമ്പോൾ അവർ ഒന്ന് വെപ്രാളപ്പെടും, അവരുടെ ഹാർട്ട് ബീറ്റ് ഓൾറെഡി തന്നെ കൂടിയിരിക്കും. ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് അവരെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹാർട്ട് ബീറ്റ് ഹൃദയം കൂടുതൽ വേഗത്തിൽ മിടിക്കുകയും അഥവാ വിഷം ഉള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ രക്തചംക്രമണം വഴി, ബ്ലഡ് സർക്കുലേഷൻ വഴി എത്തുകയും ചെയ്യും. അത് കൂടുതൽ അപകടമാണ്. സോ കാം ഡൗൺ. അത് കടി കിട്ടിയ ആളും അതെ, കൊണ്ടുപോകുന്ന ആളുകളും അതെ. അതാദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും എവിടെ നിന്നാണോ കടി കിട്ടിയത് അവിടെ പേഷ്യന്റിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഇമ്മൊബിലൈസ് ചെയ്യണം. ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഞാൻ ഇരിക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ഇരിക്കേണ്ടത്, കിടത്തരുത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. ഇരുത്തുക. എവിടെയാണോ കടി കിട്ടിയത് അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ താഴ്ഭാഗത്ത് വരുന്ന രീതിയിലാവണം പേഷ്യന്റ് പൊസിഷൻ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ കിടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അപ്പൊ അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയോ? അധിക കടികളും കിട്ടുക കാലിലായിരിക്കും അല്ലെ? നമ്മൾ നടന്നു പോകുമ്പോഴോ അധികം കാലിലായിരിക്കും. അപ്പൊ ഈ കാല് എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കിടത്തും അല്ലെ? കിടത്തി കഴിയും. ചിലപ്പോൾ നമ്മൾ കാല് പൊക്കിയും വെക്കും. ഈ കാല് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, രോഗി തലയുറ്റി വീണ് കഴിഞ്ഞാൽ കിടത്തുകയാണ് വേണ്ടത്, കാല് പൊക്കി വെക്കുകയാണ് വേണ്ടത്. അതെന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആളുകളുടെ തല ചുറ്റുന്നത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ടാണ്. അപ്പൊ നിങ്ങളിങ്ങനെ കാല് പൊക്കി വെക്കുമ്പോൾ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ തലചുറ്റി വീണ് കഴിഞ്ഞാൽ കിടത്തി കാല് പൊക്കണം എന്ന് പറയുന്നത്. എന്നാൽ പാമ്പ് കടിയിൽ ഇത് ഏറ്റവും വലിയ അബദ്ധമാണ്. കാരണം നിങ്ങൾ ഈ പേഷ്യന്റിനെ കിടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാല് പൊക്കിയാൽ പറയും വേണ്ട, ഈ കടിച്ച ഭാഗത്ത് വിഷം ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം എങ്ങോട്ട് വരും? അങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിലേക്ക് വരും. ഹൃദയം ആ വിഷത്തിനെ പമ്പ് ചെയ്ത് എല്ലാ ശരീരഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് ബ്രെയിനിലേക്ക് വരെ എത്തിക്കും. സോ എങ്ങനെയാണ് ഇരുത്തുക? കിടത്താതെ ഇരുത്തുക. ഈ ഇരുത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ, ഇപ്പൊ കയ്യിലാണ് കടി കിട്ടിയെന്നുണ്ടെങ്കിൽ, കാലിലാണ് കടി കിട്ടിയെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിന്റെ നെഞ്ചിന്റെ താഴ്ഭാഗത്ത് വരുന്ന രീതിയിൽ പേഷ്യന്റിനെ അപ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുത്തുകയാണ് വേണ്ടത്. ഒരു കാരണവശാലും കിടത്തരുത്. കാല് പൊക്കാനേ പാടില്ല കേട്ടോ, കാലിലാണ് കടി കിട്ടിയെന്നുണ്ടെങ്കിൽ. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരിക്കലും നടക്കാൻ അനുവദിക്കരുത്. ഓക്കെ, പേഷ്യന്റിനെ, അതാ ഞാൻ പറഞ്ഞത്, എവിടെ കടി കിട്ടിയെന്ന് സംശയം തോന്നുന്നു അവിടെ പേഷ്യന്റിനെ ഇരുത്തണം. അതിപ്പോ മുറ്റത്താണെങ്കിലും ശരി, പുറത്ത് എവിടെയാണെങ്കിലും ശരി, അവിടെ നിന്ന് അനങ്ങാൻ സമ്മതിക്കരുത്. പേഷ്യന്റ് നടന്നു കഴിഞ്ഞാൽ, ഇപ്പൊ കാലിൽ കടി കിട്ടിയ പേഷ്യന്റ് നടന്നു കഴിഞ്ഞാൽ മസിലുകൾ പ്രവർത്തിക്കുകയും ആ ബ്ലഡ്, അവിടെ വിഷം കലർന്ന ബ്ലഡിനെ കൂടുതൽ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും ആ ഹൃദയം ആ വിഷം കലർന്ന രക്തത്തെ ശരീരത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഒരു കാരണവശാലും അതിനുശേഷം നടക്കാനോ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാനോ സമ്മതിക്കരുത്. ഇമ്മൊബിലൈസ് ദ പേഷ്യന്റ്. ഇമ്മൊബിലൈസ്, അവിടെ അനക്കാതെ ഇരുത്തുക. ഇനി നാലാമത്തേത് ട്രാൻസ്പോർട്ടേഷൻ. നിങ്ങളിപ്പോൾ കൊണ്ടുപോകുന്നത് കാറിലോ ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ആംബുലൻസിലോ എന്തിലോ ആവട്ടെ, നമ്മൾ എന്താ സാധാരണ ചെയ്യുക? ആ കിടന്നോളൂ എന്ന് പറയും അല്ലെ? പേഷ്യന്റിനെ കിടത്തി കൊണ്ടുപോകരുത്. നിങ്ങൾ ഇനി ആംബുലൻസ് ആണെങ്കിലും പേഷ്യന്റിനെ ഇരുത്തി കൊണ്ടുപോവുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എങ്ങനെയാണോ പേഷ്യന്റിനെ കടി കിട്ടിയ ഭാഗം ഹൃദയത്തിന്റെ താഴെ വെച്ച് നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്ത് പേഷ്യന്റ് ഇരുത്തിയത്, അതേ പൊസിഷനിൽ വേണം പേഷ്യന്റിനെ വണ്ടിയിലേക്ക് കയറ്റാനും വണ്ടിയിൽ നിന്ന് ഇറക്കി ആശുപത്രിയിലേക്ക് എത്തിക്കാനും. സോ നമുക്ക് ചിലപ്പോൾ പേഷ്യന്റിനെ ഇങ്ങനെ ഇരുന്ന പേഷ്യന്റിനെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എടുക്കേണ്ടതായിട്ട് വരും, ക്യാരി ചെയ്യേണ്ടതായിട്ട് വരും. എങ്ങനെയാണെങ്കിലും ശരി, കിടത്താതെ ഈ കടി കിട്ടിയ ഭാഗം ഹൃദയത്തിന്റെ താഴെ വരുന്ന രീതിയിൽ ഇരുത്തി വേണം പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ. ഇനി അടുത്തത്, അഞ്ചാമത്തേത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ASV ഉള്ള, ആന്റി സ്നേക്ക് വെനം ഉള്ള, ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എവിടെയാണ് ആന്റി സ്നേക്ക് വെനം, ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളത് അറിഞ്ഞു വെക്കുക തന്നെ വേണം. അതിനാണ് സർപ്പ ആപ്പ്. ഞാൻ വീണ്ടും പറയുന്നു, SARPA. നിങ്ങളുടെ ഗൂഗിൾ സ്റ്റോറിൽ നിന്ന്, പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഞാൻ അതിൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ. നിങ്ങളുടെ അടുത്ത് എവിടെയാണ് ഇതുപോലെ സ്നേക്ക് റെസ്ക്യൂർ ഉള്ളത്, എവിടെയാണ് ആന്റി സ്നേക്ക് വെനുള്ള ആശുപത്രി ഉള്ളത്, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഒരൊറ്റ ആപ്പിൽ കിട്ടും. അത് അറിഞ്ഞു വെക്കുക. സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക.
ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ ഈ ആശുപത്രിയിലേക്ക് ഈ പേഷ്യന്റിനെ എത്തിക്കാൻ ശ്രമിക്കുക. വേറെ ഒന്നിനും നിങ്ങൾ സമയം കളയരുത് കേട്ടോ. സോ ഒരിക്കൽ കൂടി പറയുന്നു, പേഷ്യന്റിനെ വെപ്രാളപ്പെടുത്താതെ സമാധാനിപ്പിക്കുക. എവിടെയാണോ കടി കിട്ടിയത് അവിടെ ഇരുത്തുക, കിടത്തരുത്. കടി കിട്ടിയ ഭാഗം ഹൃദയത്തിന്റെ നെഞ്ചിന്റെ താഴ്ഭാഗത്ത് വരുന്ന രീതിയിൽ ഇരുത്തുക. മൂന്നാമത്തേത്, ഒരു കാരണവശാലും നടക്കാൻ സമ്മതിക്കരുത്. നാലാമത്തേത്, ഈ ഇരുന്ന അതേ പൊസിഷനിൽ തന്നെ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അതേ പൊസിഷനിൽ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുക. അഞ്ചാമത്തേത്, എത്രയും വേഗം ആന്റി സ്നേക്ക് വെനമുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയുമാണ് കടി കിട്ടി, അതിപ്പോൾ പാമ്പിന്റെ കടി അല്ല, നമുക്ക് അറിയില്ല എന്ന് വെക്കുക, അൺനോൺ ബൈറ്റ്, എന്തോ കടിച്ചു, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ഇതാണ് ഒരു പേഷ്യന്റിന്റെ ട്രാൻസ്പോർട്ടേഷനിൽ ശ്രദ്ധിക്കേണ്ടത്. മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, ബൈ.